മന്ത്രവാദമോ? അതെന്താണ് സാധനം? അതെ, മന്ത്രവാദങ്ങളെയൊക്കെ മെസ്സി തന്റെ പ്രകടനം കൊണ്ട് തോൽപ്പിച്ചിരിക്കുന്നു. ഈ മത്സരത്തിന് മുമ്പേ നിറഞ്ഞു നിന്നത് ഗാനിയൻ മന്ത്രവാദിയുടെ മെസ്സിയുടെയും അർജന്റീനയെയും കുറിച്ചുള്ള വാക്കുകളായിരുന്നു. ലയണൽ മെസ്സി ഗോളടിക്കില്ല എന്നും 120 മിനിറ്റ് സമനില വഴങ്ങി പെനാൽറ്റിയിൽ അർജന്റീന പുറത്താകും. ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ എൻ്റെ സന്യാസി ജീവിതം ഞാൻ അവസാനിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നായിരുന്നു ആ മന്ത്രവാദി പറഞ്ഞത്. എന്നാൽ അയാൾക്കിനി ആ വഴി നോക്കാം. കാരണം അയാളുടെ പേര് ലയണൽ മെസ്സി എന്നാണല്ലോ. പ്രിയപ്പെട്ട ഓസീന, നിങ്ങളെ ഞങ്ങൾക്കും ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഗോളിയാത്തിനെ പോലെ ഭീമാകാരം പൂണ്ട് കാവിൽ നിന്നാലും സൂചിക്കുഴലിലൂടെ നൂൽ കോർക്കുന്ന കൃത്യതയോടെ ആ ചെറിയ ഗ്യാപ്പിലൂടെ പോലും ലയണൽ മെസ്സി പന്ത് വലയിലെത്തിച്ചിരിക്കുമെന്നത് ഈ മത്സരത്തിന് മുമ്പേ ഉറപ്പായിരുന്നു. കവിണക്കല്ലുകൊണ്ട് ദാവീദ് ഗോളിയാത്തിനെ വീഴ്ത്തിയതുപോലെ ഇടങ്കാലിലെ മാന്ത്രികത കൊണ്ട് മെസ്സി ആ പ്രതിരോധത്തെ തകർത്തെറിയുമെന്നതും ഉറപ്പായിരുന്നു. നിങ്ങളുടെ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്നും ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നും മെസ്സിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ പ്രതിരോധിച്ചാലും അയാൾക്കും കൂട്ടർക്കും ജയിച്ചല്ലേ പറ്റൂ. കാരണം ഫുട്ബോൾ ലോകത്തെ ആ രാജാവിന്റെ അവസാന നൃത്തം ആ കപ്പിൽ തൊട്ടുകൊണ്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ അയാൾക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ലിയോ, ഒന്നും മനസ്സിലാകുന്നില്ല. കുന്നുകൂടി കിടക്കുന്ന വാക്കുകളിൽ ഏതിനോട് നിങ്ങളെ ഉപമിക്കണമെന്നും അറിയില്ല. വിശ്വപോർക്കളത്തിലേക്ക് 6ാം തമ്പുരാനായി പരിവേഷം ചെയ്യുമ്പോൾ ഇടറാത്തിടംകാൽ ഒടുക്കമില്ലാത്ത ഗോൾദാഹം തുടരുകയാണ്. ജോർദാനെതിരെ 60ാം മിനിറ്റിൽ ലോകകപ്പിലെ 6ാമത്തെ ഗോളിനെ ലിയോ ഗോൾ ലൈൻ കടത്തുകയാണ്. ചുറ്റുമുള്ള ലോകം മിറാക്കിളെന്ന് ഉച്ചരിക്കുന്നു. ഒടുക്കത്തൈഞ്ഞാട്ടം ഇത്രമേൽ മനോഹാരിതയെ പുൽകുന്നതാണ് ഫുട്ബോൾ ലോകം കാണുന്നത്. പടപ്പ് പെട്ടുകിടക്കുന്ന പെടാപ്പാടലുകൾക്ക് പ്രായച്ചിത്തമെന്നോണം ദൈവം കനിഞ്ഞനുഗ്രഹിക്കുകയാണ്. വിമർശിക്കാൻ വകയില്ലാതെ ഫിഫ ബോയ് എന്നും പറഞ്ഞ് രസം കൊള്ളുന്ന പരിഹാസകരുടെ തലയിൽ കാൽപന്തിനെ കുറിച്ച് എന്താണ് കയറ്റി വെച്ചേക്കുന്നത്? ഇനിയും അയാൾ നിറഞ്ഞാടും. എല്ലാം വിചാരിച്ചതുപോലെ നടന്നാൽ ആ കനക കിരീടത്തിലേക്കുള്ള ദൂരവും ചെറുതല്ല. ലോകമേ, ഇനിയെങ്കിലും സമ്മതിക്കുക. കാലവും ചരിത്രവും സാക്ഷിയാണ്. മെസ്സി എന്ന അമാനുഷിക മനുഷ്യനെ കവച്ചു വെക്കാൻ നിലവിൽ കാൽപന്ത് ലോകത്ത് ഒരാളും പിറവിയെടുത്തിട്ടില്ല. ഇനി അങ്ങനെ സംഭവിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. പ്രായമാ കാലുകളെ കൂച്ചുവിലങ്ങിട്ട് നിർത്തുമെന്ന് തോന്നിപ്പിച്ചതാണ്. റോണോയെപ്പോലെ ഫിറ്റ്നസ് ഇല്ലാത്ത ശരീരവും വെച്ച് അയാൾ പച്ചപ്പുല്ലിന് മീതെ എത്ര കാലം ഓടി നടക്കുമെന്ന ചോദ്യങ്ങൾ ഉയർത്തിയതാണ്. ഇങ്ങനെ അയാൾക്ക് ചുറ്റും നിറഞ്ഞു നിന്ന സംശയപ്പൂട്ടുകളെ പൊളിച്ചാണ് വടക്കേ അമേരിക്കയിൽ ലിയോ വരവറിയിക്കുന്നത്. ആദ്യാങ്കത്തിൽ 7, 60, 76 എന്നീ മിനിറ്റുകളിൽ ഗോൾ ലൈൻ ഭേദിച്ച് അൾജീരിയയുടെ വിജയമോഹം കെടുത്തി. തുടർന്ന് ഓസ്ട്രിയക്കെതിരെ ബ്രേസ് നേട്ടവും. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ലിയോ പകരക്കാരുടെ ബെഞ്ചിലായിരുന്നു. മെസ്സിക്ക് ടോപ്പ് സ്കോറർ ലക്ഷ്യമില്ലെന്ന് സ്കലോണി ആദ്യമേ പറഞ്ഞതാണ്. നൗക്കൌട്ടാണ് വരുന്നത്. കരകയറാൻ മെസ്സിയുടെ ഓരോ നീക്കങ്ങളും ആവശ്യമാണെന്നിരിക്കെ ജോർദാനെതിരെ ലിയോക്ക് സ്ഥാനം ഡെഗൌട്ടിലായിരുന്നു. നീലച്ചായം പൂശിയ ഗാലറികൾ ലിയോയുടെ വരവിനായി കാത്തിരിക്കുന്നു. 60ാം മിനിറ്റിൽ അത് സംഭവിച്ചു. കൃത്യം 20 മിനിറ്റുകൾക്കപ്പുറം ജോർദാൻ ഗോൾ കീപ്പറുടെ തലയിൽ സംശയത്തിന്റെ ചോദ്യചിഹ്നം പാകി ലിയോ പന്തിനെ വലയിലേക്ക് നിറയൊഴിച്ചു. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. ഇന്ന് നൗക്കൌട്ട് മാച്ചിലും കേപ്പ് വെർദക്കെതിരെയും അയാളത് തുടരുകയാണ്. ഇനിയങ്ങോട്ട് ദൃഷ്ടികൾ അടക്കാതെ ഉറക്കമൊളിച്ച് കളി കാണാൻ ആകാശനീലിമയെ പ്രണയിച്ചവർക്കുള്ള ഒരേയൊരു കാരണം ലിയോണൽ മെസ്സി എന്ന 4 അക്ഷരത്തിലേക്ക് ചുരുങ്ങുകയാണ്. ഇനിയും നിങ്ങൾക്കയാൾ കാൽപന്തിലെ പകരം വെക്കാൻ കഴിയാത്ത താരമല്ലെങ്കിൽ അസുഖം വേറെയാണ്. അവസാന അഴിഞ്ഞാട്ടമെന്ന ബോധ്യത്താൽ മെസ്സിയുടെ ഓരോ നീക്കങ്ങളും അളന്നു മുറിച്ചുള്ള പാസുകളും എതിരാളികളെ നിരായുധരാക്കുന്ന വളഞ്ഞു പൊളിഞ്ഞുമുള്ള ഒഴുക്കും ഗോൾ ലൈൻ ഭേദ്യവും കൺകുളിർക്കെ കണ്ടാസ്വദിക്കുക. ദൈവിക നിയോഗമല്ലാതെ എന്താണയാൾ? ഒരുപക്ഷെ വേഗത കുറഞ്ഞിരിക്കാം. പഴയതുപോലെ 4ഉം 5ഉം താരങ്ങളെ കടത്തിവെട്ടി അയാൾ ഒഴുകുന്നില്ലായിരിക്കാം. എന്നാൽ അയാളുടെ കാൽക്കാൽ പന്ത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആകാംക്ഷയുണ്ടല്ലോ, എതിരാളികളുടെ മനസ്സിലേക്ക് പടർന്ന് പന്തലിക്കുന്ന ആ ഭീതിയില്ലേ, അത് തന്നെയാണ് ഇനിയും അയാളെ അപകടകാരിയാക്കി മാറ്റുന്നത്. അയാളില്ലാത്തൊരു അർജന്റീനയെ വാർത്തെടുക്കാൻ കടുപ്പമാണെന്ന് സ്കലോണിക്ക് നല്ല ബോധ്യമുണ്ട്. അക്കാരണത്താലാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഭാവിയെ ഭാസുരമാക്കാൻ മെസ്സിയില്ലാത്ത അർജന്റീനയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്.
അർജന്റീനയിലെ മുന്നേറ്റ താരങ്ങൾക്കും കളി മെനഞ്ഞെടുക്കുന്ന കാൽക്കരുത്തർക്കും മെസ്സി സഹകളിക്കാരൻ എന്നതിലുപരി വായിച്ചിട്ടും തീരാത്ത ഒരു പാഠപുസ്തകമാണ്. അയാളുടെ സാന്നിധ്യമുള്ള ഇടം കാൽ അത്രമേൽ മനോഹരമായി അനുഭവിച്ചറിയുന്ന തിരക്കിലാണവർ. പോയി മറിഞ്ഞ നിരാശ നിറഞ്ഞ നാളുകൾ ഇന്നും അയാൾക്ക് കരുത്തു പകരുന്നു. തോറ്റ തോൽവിയിൽ തളർന്നിരിക്കലല്ല സർവം ജയിക്കാൻ പൊട്ടിപ്പുറപ്പെട്ടവന്റെ പ്രവൃത്തി. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിഴവുകളുടെ പഴുതടച്ച് വീണ്ടും നെഞ്ചും വിരിച്ച് നിൽക്കണമെന്ന ബോധ്യമാണ് ലയണൽ മെസ്സിയെ മെസ്സിയാക്കി മാറ്റിയത്. ഇടറാത്ത ഇടം കാൽ ഇനിയും നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ലുസൈലിലെ ശാപമോക്ഷത്തിനു ശേഷം തുടർ ഭരണമെന്ന പ്രഖ്യാപനമെന്നോണം മെറ്റ്ലൈഫിലും മെസ്സിയും കൂട്ടരെയും അവതരിച്ചെന്നിരിക്കും. ഇനി മറിച്ച് സംഭവിച്ചാലും കരഞ്ഞു കലകിയ കണ്ണുനീരൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കില്ല. അതൊക്കെ എന്നോ കഴിഞ്ഞതാണ്.